എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിൽ കുറേ പേര് കമൻസിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രഹന, ഇടുക്കി ജില്ലക്കാരിയാണ്. കമൻസിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയണമെന്ന ആഗ്രഹം ഉള്ള ചില കാര്യങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ കമൻസിൽ വന്നൊരു ചോദ്യമായിരുന്നു, ഞാൻ ഏത് റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളതെന്ന്. LDC ആണോ എന്നൊക്കെ ചിലർ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. LDC അല്ല കേട്ടോ, LDC എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ LGSൻ്റെ റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളത്. ജില്ല ഇടുക്കി ജില്ലയാണ്. റാങ്ക് 192 കേട്ടോ. ചേച്ചി എത്ര വർഷം പഠിച്ചു എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടി വരും. ഞാൻ 2020 പഠിക്കാൻ തുടങ്ങി. 2025 ജൂലൈയിൽ റിസൾട്ട് വന്ന ആ റാങ്ക് ലിസ്റ്റിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ 2020 to 2025 5 വർഷമാണ് സമയം വരുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഞാൻ ഈ 5 വർഷവും പഠിത്തമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒരു 2 വർഷം ശരിക്കും പഠിച്ചിട്ടുള്ളൂ. കാരണം 2020 പഠിക്കാൻ തുടങ്ങിയ ആ സമയത്ത് നമ്മൾ യാതൊരു ബേസും ഇല്ലാതെയാണല്ലോ, ജസ്റ്റ് അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. അതും കോച്ചിങ്ങിന് പോയിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും അണ്ടറിൽ പഠിക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം അല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെ പഠിക്കണം ഏത് പഠിക്കണം എന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ യൂട്യൂബൊക്കെ റെഫർ ചെയ്തു. ആ സമയങ്ങളിൽ ഇപ്പോൾ ഉള്ളതുപോലെ യൂട്യൂബിൽ ക്ലാസ്സുകളും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഉദയം ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഓരോ യൂട്യൂബ് ക്ലാസ് കണ്ടും പിന്നെന്താ ഈ തൊഴിൽ വീതി തൊഴിൽ വാർത്തയൊക്കെ നോക്കി അങ്ങനെയൊക്കെ, അതായത് എങ്ങനെ പഠിക്കണം എന്നറിയാതെ നമ്മൾ തുടങ്ങുവാണല്ലോ. അപ്പോൾ അങ്ങനെ പഠിച്ച് ഒരു ബേസാക്കി കൊണ്ടുവന്നു. അപ്പോൾ ആ സമയത്താണ് ഈ പ്രിലിംസ് മെയിൻസ് ആ ഒരു സിസ്റ്റമൊക്കെ PSCയിലേക്ക് വന്നത്. അപ്പം ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ച് എക്സാം എഴുതുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതിയ പ്രിലിംസ് തന്നെ ഞാൻ ക്രാക്ക് ചെയ്തായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അതിൻ്റെ മെയിൻസിന് വേണ്ടി പഠിച്ചു. പക്ഷേ SCRTയുടെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതായത് നമുക്ക് ഈ PSC ആയിട്ട് ബന്ധമുള്ള ഒരാളെ പോലും നമുക്ക് പരിചയമില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ SCRT വേണം എന്ന് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്ത് തരാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാലയളവിൽ അങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചു പോകുന്നു. അപ്പോൾ ആ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 1.5 വർഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് മരിച്ച് പഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് എന്താ പറയണ്ടേ, അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. വലിയൊരു ബ്രേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അടുക്കത്തെ മോൾക്ക് കണ്ണിന് ചെറിയൊരു പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒരു വർഷത്തോളം ഹോസ്പിറ്റൽ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് ആ സമയത്ത് 3 മക്കളുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയം എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനോടിടയ്ക്ക് നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നൊക്കെയുള്ളത്. 5 വയസ്സ് 3.5 വയസ്സ് പിന്നെ ന്യൂ ബോൺ ബേബി ഇവരെയൊക്കെ കൊണ്ട് ഹോസ്പിറ്റൽ കേസിൻ്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര വർഷം പഠിച്ചു എന്ന് ചോദിക്കുമ്പം ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പോൾ ഏകദേശം. അപ്പം ഇതിനോടിടയ്ക്ക് നമുക്ക് പഠിത്തം നടക്കില്ല, എത്രത്തോളം നമ്മുടെ പഠിത്തം നടക്കില്ല എന്നുള്ളതും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ടൈം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇളയ കുഞ്ഞിനെയും കൂടെ അംഗൻവാടി വിട്ടതിന് ശേഷമാണ് വീണ്ടും ഞാൻ പഠിത്തം പ്രോപ്പറായിട്ട് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിനോടിടയ്ക്കൊന്നും ഞാൻ പഠിച്ചിട്ടില്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ തീരെ ടച്ചില്ലാതെ, അങ്ങനെയല്ല, ഞാൻ ടച്ച് വിട്ടു പോകാതെ എന്തൊക്കെയോ എപ്പോഴൊക്കെയോ, അതായത് ഒരു ദിവസത്തിൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ നോക്കാൻ സമയം കിട്ടത്തുള്ളായിരിക്കും. അപ്പോൾ അതാണെങ്കിലും ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഒരു ടച്ച് പോകാതെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ പ്രോപ്പർ സ്റ്റഡി ഒന്നും നടന്നില്ല. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ സിലബസ് ഓർഡറിലാക്കി പഠിക്കുക ആ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് നമ്മുടെ ടച്ച് വിട്ട് പോകാതിരിക്കാനായിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇളയ കുഞ്ഞിനെ കൂടെ അംഗൻവാടി വിട്ടതിന് ശേഷം വീണ്ടും പഠനം ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം 2.5 വർഷം എന്ന് വേണമെങ്കിൽ ഒരു റൗണ്ട് ചെയ്ത് ഒരു 2.5 വർഷമാക്കാം, അത്രേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനോടിടയ്ക്കാണ് എക്സാം ക്രാക്ക് ചെയ്തത് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നേ, ഇപ്പോൾ പഠിക്കുന്നുണ്ടോ നിലവിൽ ഞാൻ പഠിക്കുന്നില്ല കേട്ടോ. പഠിത്തം ഞാൻ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എന്തെങ്കിലും ഒരു പുനർചിന്ത ഉണ്ടായിട്ട് പഠിക്കുമോ എന്നറിയില്ല. തൽക്കാലം ഞാൻ പഠിക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ചേച്ചിക്ക് ജോലി ആയോ എന്ന് ചോദിച്ചു. ജോലിക്ക് കയറിയിട്ടില്ല ഇതുവരെ. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 8 മാസത്തോളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ജോലിയിലേക്ക് കയറണമെങ്കിൽ എൻ്റെ റാങ്ക് 192 ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഒരു കുറച്ചും കൂടെ സമയം ആവശ്യമുണ്ട്. ഈ വർഷം ആകുമെന്ന് പ്രതീക്ഷയിലിരിക്കുന്നു. നമ്മൾ വേക്കൻസി കയറ്റുന്നത് പോലെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വർക്ക് പോലെ ഇരിക്കും. അത് അപ്പോഴത്തേക്കും എന്തായാലും ജോലി ആയി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജോലി നിലവിൽ ഇപ്പോൾ ആയിട്ടില്ല. പിന്നെ ഗവൺമെൻറ് ജോലി ഉള്ളവർക്ക് യൂട്യൂബ് നടത്താവോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നേ.
അപ്പം നിലവിൽ എനിക്കായിട്ടില്ലാത്തത് കാരണം കൊണ്ട് കുഴപ്പമില്ല യൂട്യൂബ് ചെയ്യുന്നതിൽ. ബൈ റൂൾ അങ്ങനെ ഗവൺമെൻറ് ജോബ് ചെയ്യുന്നവർ യൂട്യൂബ് ചാനൽ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര്, ഒരുപാടല്ല കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ജോലിയുണ്ട് അവർക്ക്, പക്ഷേ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെന്തൊക്കെയോ സ്പെഷ്യൽ പെർമിഷൻ വേണമെന്ന് അങ്ങനെ ഇന്നാൾ ആരുടെയോ ഒരു വീഡിയോയിൽ കണ്ടു. അതിനെപ്പറ്റിയൊന്നും എനിക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പം എന്തായാലും നിലവിൽ എനിക്ക് ജോലി ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തു പോകുന്നു. അപ്പം ജോലി ആകുമ്പോഴത്തേക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് കരുതിയിട്ട് ഇരിക്കുന്നു. എന്തായാലും ബൈ റൂൾ അങ്ങനെ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ചേച്ചി കോച്ചിങ്ങിന് പോയിട്ടുണ്ടോ അതോ യൂട്യൂബ് മാത്രം നോക്കിയാണോ പഠിച്ചത്, അങ്ങനെയൊക്കെ കമൻസിൽ കണ്ടായിരുന്നേ. അപ്പം ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ച ക്ലാസ്സുകൾ എൻ്റെ സെൽഫ് സ്റ്റഡിയാണ് എന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ സഹായിച്ചത്. പക്ഷേ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ടായിരുന്നു മീൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓഫ്ലൈൻ കോച്ചിങ്. ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തു. പക്ഷെ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്ത് ഒരു 3 months കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജോയിൻ ചെയ്ത ആ ബാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റിവിഷൻ ബാച്ചിലേക്ക് മാറുകയും എനിക്കപ്പോൾ ആ ക്ലാസ് 3 മാസത്തെ ക്ലാസ് കൊണ്ട് നമുക്കൊന്നും ആവില്ല എന്നുള്ളത് അറിയാലോ. അപ്പം അങ്ങനെ ആ 3 മാസം ഞാൻ അവിടുത്തെ നോട്ട് കളക്ട് ചെയ്യാനായിട്ട് കുറേ പാടുപെട്ടു. പക്ഷേ നമുക്ക് എഴുതി തീർക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അവിടെ പുതിയൊരു ബാച്ച് ആരംഭിച്ചപ്പോൾ അതിനകത്തേക്ക് വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 3 കുട്ടികളുണ്ട്. അപ്പം ഇവരുടെ പല കാര്യങ്ങളുമായിട്ട് എനിക്ക് മാറേണ്ട സാഹചര്യം വന്നപ്പോൾ പിന്നെ ഇവർക്ക് വെക്കേഷൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തെങ്കിലും എനിക്ക് പ്രോപ്പറായിട്ട് കോച്ചിങ്ങിന് പോകാനോ അവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അവിടുത്തെ നോട്ട് ഒരു ഓർഡറിൽ എഴുതിയെടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഒരു മാസത്തിൽ 30 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ അതിലൊരു 10 ദിവസം പോലും പോയിട്ടില്ല. അങ്ങനെയായിരുന്നു എൻ്റെ കോച്ചിങ്ങിന് പോക്ക്. അപ്പോൾ അത് നടക്കില്ല എന്ന് കണ്ടപ്പം ഞാൻ കോച്ചിങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതും ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് മുഴുവൻ എൻ്റെ നോട്ട് തന്നെയാണ്. പിന്നെ കോച്ചിങ് ക്ലാസ്സിൽ പോലും നമുക്ക് അവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യനൊക്കെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ LDC LGS എക്സാമിനോട് അടുപ്പിച്ചാണ് ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിരുന്നത് കൊണ്ട് ആ മോഡൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും അങ്ങനെ കുറച്ച് ബെനിഫിറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാച്ചിൽ അധികം ഇരിക്കാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ റിവിഷൻ ബാച്ചിലേക്ക് കുറച്ച് നാൾ പോയിരിക്കുന്നു. അവിടെ പോയിരിക്കുമ്പം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നോട്ടുകൾ പഠിച്ചു. അങ്ങനെയൊക്കെയാണ്. അതായത് പഠിച്ചത് കംപ്ലീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ കളക്ട് ചെയ്ത നോട്ടുകളാണ്. കോച്ചിങ്ങിന് പക്ഷേ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഒരു കംപ്ലീറ്റ് നോട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് നോട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാനും ക്ലാസ്സിൽ റെഗുലറായിട്ട് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ. അപ്പം ഓഫ്ലൈൻ കോച്ചിങ്ങിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ഓൺലൈൻ കോച്ചിങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാൾ മുന്നേ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി LGS എക്സാം ആദ്യമായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് അതിൻ്റെ പ്രിലിംസിനോട് അടുപ്പിച്ചൊരു 2 അല്ലെങ്കിൽ 3 മാസമാണെന്ന് തോന്നുന്നു ഒരു എൻട്രിയുടെ ഒരു ഓൺലൈൻ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു 3 മാസത്തോളം, 3 അല്ലെങ്കിൽ 4, അതിൽ കൂടുതലുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും നാൾ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ഫോണിൽ PDF ഒക്കെ ആയിട്ട് ഇട്ട് തരുമായിരുന്നു നോട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഫോണിൽ നോക്കി അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്ത അതാണ്. പിന്നെ ഹർഷിത എജ്യൂടെക് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവരുടെ തന്നെ ഒരു ഹർഷിത എജ്യൂടെക് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്തും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജോയിൻ ചെയ്തിട്ടും എനിക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അതിനകത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുമായിരുന്നേ. അതായത് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് 6000 ആയിരുന്നു ഫീസ്. അപ്പോൾ അത് നമുക്ക് 2 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ട് 3000 വെച്ച് അടയ്ക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ 3000 കൊടുത്ത് ജോയിനായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റിയില്ല. പക്ഷെ അടിപൊളി ക്ലാസ്സുകളൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചില്ല. അതിൻ്റെ ബാക്കി അവരുടെ ക്ലാസ്സിൽ കയറിയും അറ്റൻഡ് ചെയ്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോട് ഇടയ്ക്ക്. പക്ഷേ ഇവരുടെ ഒന്നും ഈ നോട്ടുകൾ എൻ്റെ കയ്യിലില്ല കേട്ടോ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ സെൽഫ് പ്രിപ്പയർഡ് നോട്ടാണ് പഠിച്ചതെന്ന്. പിന്നെ SCRT. അപ്പോൾ ഈ ഓൺലൈനായിട്ട് എടുത്തതാണെങ്കിലും ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോയിട്ടാണെങ്കിലും ഇവരുടെ ഒന്നും നോട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഫോണിൽ കുറച്ച് PDF ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നല്ലോ നോട്ടിൻ്റെ. അപ്പോൾ അതൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്. അത് വായിച്ച് പഠിച്ചാലും നമുക്ക് റിവിഷനായിട്ട് ഫോണിൽ കിടക്കുന്ന നോട്ടൊന്നും പറ്റത്തില്ലല്ലോ. നമ്മുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടെങ്കിൽ തന്നെയല്ലേ പറ്റത്തുള്ളൂ.
അപ്പം അതുകൊണ്ട് അതൊക്കെ ജസ്റ്റ് പഠിച്ച് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിത്തവും ബാക്കി റിവിഷനും എല്ലാം കൂടെ ആകുമ്പോഴാണല്ലോ എക്സാം ക്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചത് മുഴുവൻ എൻ്റെ നോട്ടുകളും റിവിഷൻ ചെയ്തതും എൻ്റെ നോട്ടുകളും തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അവിടെ ഇവിടെയൊക്കെ പലതവണയായിട്ട് ഇങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ പലയിടത്തും ഓടി നടന്ന് പഠിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഒരു നോട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റെഗുലറായിട്ട് അത് പഠിച്ചു, അതിൻ്റെ റിവിഷൻ ചെയ്തു ഒക്കെ ഇതുവരെയൊക്കെ. ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ റാങ്ക് ലിസ്റ്റിലുണ്ടോ എന്ന്, ഞാൻ വേറെ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല കേട്ടോ. എനിക്ക് പ്രിലിംസ് ഞാൻ 2020 പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ആ സമയം മുതൽ ഞാൻ എഴുതിയ എല്ലാ പ്രിലിംസ് എക്സാമുകളും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിലിംസ് കിട്ടുന്നതല്ലാതെ ഒറ്റ മെയിൻസും കിട്ടിയിട്ടില്ല. അതായത് നമ്മുടെ തുടക്കത്തിലെ ആദ്യത്തെ LDC LGS അത് എഴുതിയാണ് തുടങ്ങിയത്. LDC LGS VFA വുമൻ സിവിൽ എക്സൈസ് VFA രണ്ട് വട്ടം പ്രിലിംസ്, ഒരു വട്ടം പ്രിലിംസ് പാസ്സായി. പിന്നത്തെ വട്ടം പ്രിലിംസ് ഇല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, ഒരു വട്ടം VFAയുടെ പ്രിലിംസ്, പിന്നെ യൂണിവേഴ്സിറ്റി LGS. അങ്ങനെ ആ സമയങ്ങളിൽ വേറെ കുറേ ചെറിയ ചെറിയ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഗാദി ബോർഡ് LDC ഓർക്കുന്നില്ല, അങ്ങനെ ഏതൊക്കെയോ ചെറിയ ചെറിയ കുറേ എക്സാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എല്ലാത്തിൻ്റെയും പ്രിലിംസ് ക്രാക്ക് ചെയ്യുമായിരുന്നു. മെയിൻസ് ഒന്നും കിട്ടത്തില്ലായിരുന്നു. മെയിൻസ് ആകെ കിട്ടിയത് നമ്മുടെ ഈ LGS മാത്രം കേട്ടോ.